ഹായ്, എല്ലാവർക്കും ടുഡേ സൺഡേയുടെ ഓഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ്. ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ കടങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച്. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം, എനിക്ക് ശരിക്കും ആരോഗ്യ ഇൻഷുറൻസ് വേണോ, അല്ലെങ്കിൽ ഇതെൻ്റെ സാമ്പത്തിക ബാധ്യത എങ്ങനെ കുറയ്ക്കുമെന്നൊക്കെ. മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്ക് ഒരു വലിയ മാറ്റം വരുത്തിയേക്കാം. ഇന്ത്യയിൽ 63% ആരോഗ്യ ചെലവുകൾ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അതെ, ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ മിക്കവരും നമ്മുടെ അതുവരെയുള്ള സമ്പാദ്യം ചിലവഴിക്കുകയോ വായ്പ എടുക്കുകയോ ചെയ്യുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ പോസ്റ്റുകൾ പറയുന്നത് ഒരൊറ്റ ആശുപത്രി ബിൽ മാത്രം മധ്യവർഗ കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൻ്റെ വക്കിലെത്തിക്കുമെന്നാണ്. ഉദാഹരണത്തിന്, ഒരു സ്വകാര്യ ആശുപത്രിയിലെ ശരാശരി ഹോസ്പിറ്റലൈസേഷൻ ചെലവ് 30,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ്. ICU ബില്ലുകൾ ഒരു ദിവസം 50,000 രൂപ വരെ എത്താം. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പോക്കറ്റിന് വലിയൊരു ആഘാതമാണ്. ഇനി ഇവിടെ ഭയപ്പെടുത്തുന്ന കാര്യം, 2019-2021 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പറയുന്നത് ഇന്ത്യയിലെ 41% കുടുംബങ്ങൾക്ക് മാത്രമാണ് കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളത് എന്നാണ്. അതായത് ലക്ഷക്കണക്കിന് ആളുകൾ മെഡിക്കൽ കടബാധ്യത എന്ന ഭീഷണിയിലാണ്. ഒരു സാഹചര്യം ഓർത്തു നോക്കൂ. നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ അടിയന്തര ശസ്ത്രക്രിയ വേണം, പക്ഷേ ചെലവ് താങ്ങാൻ നിങ്ങൾക്ക് സ്വത്ത് വിൽക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ വായ്പ എടുക്കേണ്ടി വരുന്നു. ഉയർന്ന പലിശ നിരക്കോട് കൂടിയ ഈ കടം വർഷങ്ങളോളം തിരിച്ചടവിൻ്റെ ഭാരമായി മാറി കുടുംബങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൊടുക്കുന്നു. പക്ഷേ ഇവിടെ ഒരു നല്ല വാർത്തയുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങളുടെ സുരക്ഷാ വലയമാണ്. ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJY, ഒരു കുടുംബത്തിന് വർഷത്തിൽ 5 ലക്ഷം രൂപ വരെ സെക്കൻഡറി ടെറിഷറി കെയർ ഹോസ്പിറ്റലൈസേഷന് നൽകുന്നു. താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന RSBY പോലുള്ള മറ്റ് പദ്ധതികൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് വർഷത്തിൽ 30,000 രൂപ വരെ ഇൻപേഷ്യൻ്റ് ചെലവുകൾക്ക് കവറേജ് നൽകുന്നു. ഈ പൊതുനിധി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ പലർക്കും ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കി സാമ്പത്തിക ഭാരം കുറച്ചു. ഉദാഹരണത്തിന്, ഫോബ്സ് അഡ്വൈസർ ഇന്ത്യ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ അനിവാര്യത എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കുന്നു. മെഡിക്കൽ പണപ്പെരുപ്പം ഉയരുന്നതോടെ ചികിത്സാ ചെലവുകൾ കുതിച്ചുയരുകയാണ്. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഒരൊറ്റ രോഗം നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ തീർത്തേക്കാം, അല്ലെങ്കിൽ കടത്തിലേക്ക് തള്ളിവിടാം. 2020 ഒരു എമറാൾഡ് ഇൻസൈറ്റ് പഠനം പറയുന്നത് ഇന്ത്യയിലെ ആരോഗ്യ ഇൻഷുറൻസ് മേഖല 27% വാർഷിക വളർച്ചാ നിരക്കിൽ വളരുന്നുണ്ട് എന്നാണ്. പക്ഷേ ക്ലെയിമുകളും മാനേജ്മെൻറ്റ് ചെലവുകളും പലപ്പോഴും പ്രീമിയങ്ങളെ മറികടക്കുന്നു. ഇത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ കവറേജിൻ്റെ പ്രാധാന്യം കാണിക്കുന്നു. അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് എങ്ങനെയാണ് കടം തടയുന്നത്? നമുക്ക് നോക്കാം. ഒന്നാമതായി, ഇത് വലിയ ആശുപത്രി ബില്ലുകൾ കവർ ചെയ്യുന്നു. അതിനാൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരില്ല. രണ്ടാമതായി, PMJY, RSBY പോലുള്ള പദ്ധതികൾ ചെലവ് കുറയ്ക്കുന്നു. ഇത് ഇന്ത്യയിൽ മെഡിക്കൽ കടബാധ്യതയുടെ പ്രധാന കാരണമാണ്. 2021 BMJ ഓപ്പൺ സിസ്റ്റമാറ്റിക് റിവ്യൂ കണ്ടെത്തിയ ഡാറ്റ അനുസരിച്ച് പൊതു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ആശുപത്രി സന്ദർശനങ്ങളും മെഡിക്കൽ സേവന ഉപയോഗവും വർദ്ധിപ്പിച്ചു. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ ആളുകൾ കടഭയമില്ലാതെ ചികിത്സ തേടുന്നു. പക്ഷേ ഇത്തരം പദ്ധതികൾ എല്ലാം തികഞ്ഞവയല്ല. ഉദാഹരണത്തിന്, PMJY മികച്ചതാണെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ ആരോഗ്യ സേവനം പൂർണ്ണമായി വർദ്ധിപ്പിച്ചിട്ടില്ല. ഒരുപക്ഷെ അവബോധക്കുറവ് കാരണം. കൂടാതെ ഏകദേശം 300 ദശലക്ഷം ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് അനൗപചാരിക തൊഴിലാളികളും മിസ്സിംഗ് മിഡിൽ വിഭാഗവും ഇപ്പോഴും കവറേജ് ഇല്ലാതെയാണ് ജീവിക്കുന്നത്. പല പദ്ധതികളും ഔട്ട് പേഷ്യൻ്റ് കെയറോ ഡയഗ്നോസ്റ്റിക്സോ കവർ ചെയ്യുന്നില്ല. ഇത് ഇപ്പോഴും നിങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്നുള്ള ചെലവുകൾക്ക് കാരണമാകുന്നു. അപ്പോൾ എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്? ആരോഗ്യ ഇൻഷുറൻസ് ഒരു ആഡംബരമല്ല, ഇത് നിർബന്ധമാണ്. ഇത് നിങ്ങളെ മെഡിക്കൽ കടത്തിൽ നിന്ന് സംരക്ഷിക്കുകയും മനസ്സമാധാനം നൽകുകയും ചെയ്യുന്നു. PMJY പോലുള്ള സർക്കാർ പദ്ധതിയോ സ്വകാര്യ പ്ലാനോ ആകട്ടെ, കവറേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ സമാധാനം നൽകും. ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇൻഷുറൻസ് വാങ്ങുന്നത് എളുപ്പമാക്കുന്നു. 65% ഇന്ത്യക്കാർ ഓൺലൈൻ ചാനലുകളെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു മോഡേൺ സർവേ പറയുന്നു. PMJYയോ മറ്റ് സംസ്ഥാന പദ്ധതികൾക്കോ നിങ്ങൾക്ക് യോഗ്യനാണ് എന്ന് പരിശോധിക്കൂ. മിസ്സിംഗ് മിഡിൽ വിഭാഗത്തിലാണെങ്കിൽ നല്ല ഹോസ്പിറ്റൽ നെറ്റ്വർക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ കവറേജുമുള്ള സ്വകാര്യ പ്ലാനുകൾ പരിശോധിക്കൂ. ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ മെഡിക്കൽ എമർജൻസികളിൽ നിന്ന് സാമ്പത്തിക തകർച്ച നേരിടുന്ന കുടുംബങ്ങൾ കുറയും. ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു.
ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങളെ മെഡിക്കൽ കടബാധ്യതകളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു കവചമാണ്. അതിനാൽ ഒരു അസുഖം വരുന്നതിന് മുമ്പ് നടപടിയെടുക്കൂ. ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു.